ലാലേട്ടൻ്റെ സിനിമയായ ബിഗ് ബ്രദർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്നാണ് കുഞ്ഞിന് സീരിയസ് ആയിരുന്നത്. ഒരു ഡെലിവറി കഴിഞ്ഞൊരു 29 ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞേ, ഞാൻ എന്നൊരു വ്യക്തി ഒരു പെണ്ണാണ്, ഒരു മനുഷ്യനാണെന്ന് പോലും പരിഗണനയില്ലാതെ ഒരുപാട് അടിസ്ഥാനരഹിതമായിട്ടും അല്ലാതെ എന്തുവാകട്ടെ ഞാനിപ്പം ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഷ്ടിച്ച വ്യക്തിയാണെങ്കിൽ ഞാൻ സമൂഹത്തിന് മുന്നിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തൊരു പശ്ചാത്തലത്തിലുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെല്ലാം എന്നെ കല്ലെറിഞ്ഞോട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവരാരാണോ അവരെന്നെ കല്ലെറിഞ്ഞോട്ടെ. കാരണം എന്തിനാണ്? മനുഷ്യന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ഏത് പോലീസുകാർക്കും അബദ്ധം പറ്റാമെന്നുള്ള ഒരു ചൊല്ലാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്. ഏത് പോലീസുകാരനും ഒരു അബദ്ധമൊക്കെ പറ്റാം. അത് ഈ രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞത് ശരിയാണ്, അത് ഞങ്ങളും സമ്മതിക്കുന്നു. പക്ഷേങ്കിൽ ഇവിടെ അബദ്ധമല്ല സംഭവിക്കുന്നത്, ഇവിടെ നന്ദികേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറാനായിട്ട് ഇട്ടുകൊടുത്തിട്ട് കല്ലേറ് വാങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അതിനെ നിങ്ങൾ ഈ പറയുന്ന പാപമില്ലാത്തവർ എന്നെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ബൈബിൾ വാചകങ്ങളൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്ന് മെഴുകരുത്. കാരണം നിങ്ങൾ കാണിച്ചു വെച്ചതും നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും എടുത്ത് റിയാക്ട് ചെയ്തതും ഇതിന് ഓരോ പൊതുസമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും മറുപടി പറഞ്ഞതും. എന്തുവായാലും ഇവരെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കുറെ PR വർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. പലരും വന്നിട്ട് നിനക്കെന്താടാ ഞങ്ങളുടെ ചേച്ചിയെ പറയാനുള്ള ഞങ്ങളുടെ ചേച്ചി അങ്ങനാടാ ഇങ്ങനാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടുകൊണ്ട് വരുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ കേൾക്കാനായിട്ടേ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഒരു കൂട്ടുകാരനുണ്ട്, രതീഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്റെ പൊന്ന് PR വർക്ക് ചെയ്യുന്ന രേഷ്മ പി തങ്കച്ചനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, നിങ്ങൾ ഇതൊന്ന് കാണുക. കാരണം ഈ രേഷ്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പൊതുസമൂഹത്തിന് ഇവരെ സഹായിച്ചവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താജു തന്തയാണോ എന്ന് ചോദിച്ചു, ബിഷപ്പിനെ നാണം കെടുത്തി, ഫിറോസിനെ നാണം കെടുത്തി, മറുനാടൻ മലയാളി ഇവരുടെ ഭർത്താവാണോ എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരെ കുറിച്ച് ഈ പറയുന്ന രതീഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. ഈ പറയുന്ന രേണു സുധി പലരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. പക്ഷെ രേണു ആരുടെ കയ്യിൽ നിന്ന് ഒരു പായ്സ പോലും മേടിച്ചിട്ടില്ല എന്ന കാര്യമാണ് രേണു പറഞ്ഞ് ഈ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിത് ഈ രതീഷ് വന്ന് പറയുന്നത് ഈ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് 4000 രൂപ കടം മേടിച്ചിട്ടുണ്ട്. ഈ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഭീഷണിയാണ്, അതോടൊപ്പം തന്നെ ഗുണ്ടകളെ വിട്ട് അടുപ്പിക്കാൻ നോക്കുക. അതൊക്കെയാണ് ഈ രേണു ചെയ്യുന്നത്. എന്തായാലും അത് പറയുന്നത് കേട്ടു നോക്കി. എപ്പോഴാണ് രേണു ചേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? ഒരു വർഷം അടുപ്പിച്ചാവും. എന്ത് പറഞ്ഞായിരുന്നു പൈസ വാങ്ങിച്ചത്? എന്നാൽ ഒരു ആവശ്യങ്ങൾ പറഞ്ഞു, കൊച്ചിന് വയ്യാണ്ട് ആണ്, പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം, അത് വീട്ടിലെ ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് മേടിക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും എന്നെ അറിയാമല്ലോ, വീട്ടിലെല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു പിന്നെ തിരിച്ചിട്ട് ചോദിച്ചപ്പോൾ പുള്ളി തരത്തില്ല, പിന്നെ എൻ്റെ കോൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. കടമായിട്ടായിരുന്നു ചേട്ടനോട് കടം മേടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു ചോദിച്ചാൽ ബ്ലോക്ക് ചെയ്യുക, പിന്നെ അതിനോട് മറുപടി കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ പരിപാടി. കാരണം ഇതൊക്കെ എന്ന് പറയുന്ന വല്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ളവരുണ്ടല്ലോ, കടം മേടിച്ചിട്ട് എങ്ങനെ പറ്റിക്കണം, ആ അറിവുള്ള രീതിയിലാണ് ഈ രേഷ്മ പി തങ്കച്ചൻ ചെയ്തുകൊണ്ടിരുന്നത്. അതും ഒരു കൂട്ടുകാരൻ എന്ന നിലയിലാണ് ഈ പുള്ളിക്കാരൻ സഹായിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ പൈസ തിരിച്ചു ചോദിക്കുമല്ലോ. കാരണം ഇവർക്കും ആവശ്യങ്ങളൊക്കെ വരുമല്ലോ, എന്തായാലും ചുമ്മാ ഒന്നും വരത്തില്ലല്ലോ. പൈസ കഷ്ടപ്പെട്ട് പണിയെടുത്താലേ പൈസ വരും. ആ പൈസ ഇവർക്കൊരു ആവശ്യഘട്ടത്തിൽ കടം കൊടുത്തപ്പോൾ അത് തിരിച്ചു ചോദിച്ച സമയത്ത് കിട്ടിയ ഇതാണ്. ഇവരെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഒടുവിൽ ഇതൊക്കെയാണ് കിട്ടുന്നത്. ഈ കൊല്ലം സുധിയുടെ പേരും പ്രശസ്തിയും വെച്ചിട്ട് ഹിറ്റായി പോകുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ രേഷ്മ. ഈ രേഷ്മയ്ക്ക് ഈ പറയുന്ന കൊല്ലം സുധിയോട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഈ പുള്ളിക്കാരിക്ക് വേറൊരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന രീതിയിലും ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഈ വിവിധ ആവശ്യം ഉള്ള സമയത്ത് രേണു പൈസ കൊണ്ട് മൊത്തം അടിച്ചു തീക്കുക, ഷോപ്പിങ്ങിന്, അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും ആണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. സൂചിയുടെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? ലാവിഷായി ജീവിക്കണം, ഉള്ളതും ഇല്ലാതെന്ന് അറിയണ്ട, കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു തീക്കണം എന്നുള്ളവര്. പിറ്റേ ദിവസം സുധിയുടെ പൈസ നമ്മുടെ ചോദിക്കും, കടം ചോദിക്കാറുണ്ട്. അങ്ങനെ കടം വാങ്ങിച്ചിട്ട് പിന്നെ ഇളയ കുഞ്ഞിന്റെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് 2 മണിക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഒപ്പിച്ച് അവിടെ ശരിയാക്കി കൊടുക്കേണ്ട ഒരു സമയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതറിയാം. അപ്പൊ അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അവര് അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു കുടുംബത്തെ. ഈ സാമ്പത്തികം അല്ലാതെ എങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ കുടുംബത്തെ? അല്ല, വേറെ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന അത്രേ ഉള്ള. സുധീറിന് കൊടുക്കുന്നത് സുധീറിന് കൊടുക്കുന്ന സമയത്ത് എന്നെ പറഞ്ഞാൽ സുധീറിന് കൊടുക്കണ്ട, സുധീറിന് പൈസ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ സുധീറിന് ചോദിച്ചപ്പോഴാണ് സുധീരൻ പറയുന്നത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇതാണെന്ന് കാര്യങ്ങൾ പറയുന്നത്, രേണുവിൻ്റെ കേസുകൾ പറയുന്നത്. പിന്നെ സുധീറിന് ഇഷ്ടമൊന്നുമില്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു. രേണു
രേണു ആണോ മെസ്സേജ് വേറെ അഫയർ ഉണ്ടെന്ന് പറഞ്ഞു? അയച്ചിട്ടുണ്ട്. കേട്ടോ പറഞ്ഞത്? പുള്ളിക്കാരിക്ക് വേറൊരു ആളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പറയുന്ന ഈ സുധിയെ ഇഷ്ടവും അല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു പുള്ളിക്കാരിയായിരുന്നു ഈ രേഷ്മ പി തങ്കച്ചൻ. പിന്നെ പറയുന്നതെല്ലാം കള്ളമാണെന്നും ഇദ്ദേഹം പറയുന്നത്. എന്തായാലും നിങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കാണണം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂ മൊത്തം ഈ രതീഷ് പറയുന്ന ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും. ഇനിയും പറയുന്ന ഇദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ച് തെറി വിളിച്ചു. അങ്ങനെ തുടങ്ങി പൈസ കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചു കഴിയുമ്പോൾ വളരെ മോശമായിട്ടാണ് ഇവരുടെ ഒരു പെരുമാറ്റം. നിങ്ങളൊന്ന് കേട്ടു നോക്കിയത്. ചേട്ടൻ മരണപ്പെട്ട ശേഷം ആണ് ചേട്ടൻ അയച്ചത്. അപ്പോൾ പിന്നെ ഞാൻ പറ്റി ചോദിക്കാനും പോയില്ല. പിന്നെ ഈ പുള്ളിക്കാർ ചേച്ചി എന്നെ വിളിക്കും, ഈ വീട് ബാലാച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. രേണു വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ടില്ല എന്നെ, എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ടില്ല. അത് നമ്മളെ പൈസ വെച്ചപ്പോൾ അമ്മയെ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരെ ഫോണിൽ പോലും നമ്മൾ വിളിച്ചിട്ട് എടുക്കത്തുമില്ല. പുള്ളിക്കാരെ ഫ്രണ്ടുണ്ട് ഒരു പുള്ളിക്കാരി, ആ പുള്ളിക്കാരെ ഫോണിൽ മെസ്സേജ് ഇട്ടുണ്ട് ഞാൻ ചീത്ത വിളിച്ച്. ഇപ്പൊ ചേട്ടൻ ഈ പൈസ വേണം എന്ന് പറയുന്നതിന്റെ അതുപോലെ ഇപ്പോൾ ഇതുമായി രംഗത്ത് വരുന്നതിന്റെ ഒരു കാരണം എന്താണ്? കാര്യം ഞാൻ അത്യാവശ്യം കൊടുത്ത പുള്ളിക്കാരി, ഇപ്പോൾ തിരിച്ച് എനിക്കൊരു അത്യാവശ്യം പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ പുള്ളി തരത്തില്ല എന്ന് പറയുന്നത് അത് മോശമില്ല. തരില്ല എന്ന് പറഞ്ഞതും അടിക്കാൻ ആളെ വെച്ച് പിന്നെ അമ്മയെ ചെയ്ത് വിളിക്കുന്നത് നമ്മൾ കൊടുക്കായിരുന്നു. ഇനി ആ പൈസ തിരിച്ച് മേടിക്കും. സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുത്തു പുള്ളിക്കാരി ഫ്രണ്ടിന്. അത് തിരിച്ച് മേടിക്കണം. കാരണം നിങ്ങൾ കൊടുത്തിട്ട് അതിനൊരു നന്ദിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അത് വേറൊരു വിഷയമായിരുന്നു. അതല്ലാതെ പിന്നെയും വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കള്ളങ്ങൾ പറയുകയും അതല്ല നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോൾ ഭീഷണിയും അതോടൊപ്പം തന്നെ അടിക്കാൻ ആളെ വിടുക. ഇവരുടെ ഈ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെ തന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അടിക്കാൻ വേണ്ടി. എന്തുവാ നോക്കിക്കോണേ, ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഓരോരുത്തർ വന്ന് പറയുമ്പോൾ അവരൊക്കെ കുറ്റക്കാരും ഈ പറയുന്ന രേഷ്മ മാത്രം നല്ല കുട്ടിയുമാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കരുത്. ഇവരുടെ കയ്യിൽ തെറ്റുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടു നോക്കണം. കിച്ചുവിനെ കുറിച്ച്. കിച്ചുവിനെ ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, കിച്ചുവിന്റെ നോട്ടം ഒന്നും ശരിയല്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഈ കിച്ചുവിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ രേഷ്മ മുമ്പ് പറഞ്ഞിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഈ കിച്ചു കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നതിൻ്റെ അകത്ത് കിച്ചു അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ അച്ഛമ്മയും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ അവരുള്ളവരാണ് എന്നെ നോക്കിയതെന്നും ഈ അമ്മയെന്ന് പറയുന്നവരാരും അവനെ നോക്കിയിട്ടില്ലെന്നും ഉള്ളത് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വല്ലപ്പോഴും വിളിക്കുന്നതും വന്നു പോകുന്നതൊന്നും അല്ല ഒരു അമ്മയുടെ ഒരു ചുമതല എന്ന് അവനത് പറയാതെ പറയുന്നുമുണ്ട്. പിന്നെ ഈ പറയുന്ന പുതിയ വീട്ടിലേക്ക് പോകാൻ അവന് ഒട്ടും താല്പര്യമില്ലെന്നും അവിടെ എനിക്ക് ഒട്ടും അങ്ങോട്ട് കംഫർട്ട് അല്ലെന്നും അവൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അവൻ കൃത്യമായിട്ട് അവൻ്റെ ആ ഒരു വീഡിയോയിൽ പറയുന്നുമുണ്ട്. പലരും അവനെ എന്താ പറയുക വലിയ കഞ്ചാവ് കേസിലും MDMA പ്രതിയാകുന്ന രീതിയിലൊക്കെ അവനെ ചിത്രീകരിച്ച് അവനെ സോഷ്യൽ മീഡിയ നാട്ടിക്കുന്നുണ്ട്. അവനെ അവൻ്റെ പാടിന് വിടുക, അവൻ ജീവിച്ച് നല്ല രീതിയിൽ തന്നെ വരട്ടെ. അവൻ്റെ വലിയമ്മയുടെ കൂടെയും അവൻ്റെ പറയുന്ന അപ്പൻ്റെ ചേട്ടൻ്റെ കൂടെയൊക്കെ അവൻ താമസിച്ചോട്ടെ. അവന് സ്വർഗമാണ്. ഈ പറയുന്നവരുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവന് നരകം. അതുകൊണ്ട് അവൻ വരാത്തത്. പ്രത്യേകിച്ച് എൻ്റെ പൊന്നു മോനെ, നീ അവിടെ നിന്നാൽ മതി, നീ നല്ല രീതിയിൽ പോവുക. പണ്ട് നീ കള്ളു കുടിച്ചതിന്റെ പേരിൽ നിന്നെ പോലീസ് പിടിച്ചതെന്നും അത് വളരെ വ്യക്തമായിട്ട് നീ അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഞാൻ ആവർത്തിക്കത്തില്ലെന്നും പറയുന്നുണ്ട്. മോനെ, നീ നിന്റെ കാര്യം നോക്കിക്കൊണ്ട് നീ നല്ല രീതിയിൽ പോകും മോനെ. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അമ്മമാരെന്ന് പറയുന്നവരാരും നിനക്ക് ഒരു ഇതും ഇല്ല, ഒരു സംരക്ഷണം തന്നിട്ടില്ല എന്നുള്ളത് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് സുധിയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ്. അത് ഈ പറയുന്ന കിച്ചു സമ്മതിക്കുന്നുമുണ്ട്. ഒരു പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആ ഒരു ലൈവിൽ കിച്ചു വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഇനി കിച്ചുവിനെ കുറിച്ച് ഈ പറയുന്ന രേണു പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഒരു മൂത്ത മോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു മോ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ, സൂര്യൻ്റെ ബൈക്ക്. അത് കൊണ്ടുപോയി, മൂത്തം കൊണ്ടുപോയി. അപ്പോൾ അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ട് അങ്ങനെ കൂടുതലിടാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ നിർത്താൻ അവൻ്റെ നോട്ടം ശരിയായില്ല, കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലിയാണ് ഞാൻ ഒത്തിരി സംസാരമായി. പിന്നെ അവർ പറഞ്ഞു നോബി ചേട്ടൻ ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ കേട്ടല്ലോ, നിങ്ങൾ സ്വന്തം മകനെ പോലെ നോക്കേണ്ട ഒരാളാണ് കിച്ചു. ആ കിച്ചുവിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്. കിച്ചു എന്തോ മോശമായിട്ട് ഇവരെ നോക്കിയെന്ന് പോലും, അവനിവിടെ നിൽക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല എന്ന രീതിയിലൊക്കെ അവിടെ ബഹളങ്ങളുണ്ടായി. ഇതിനു മുമ്പ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പലരും വന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോഴിത് രതീഷ് എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ കൂട്ടുകാരൻ, അദ്ദേഹത്തെ കാണാനും കൊല്ലം സുധിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം വന്ന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ രേണുസുധി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഇവർ അന്ന് കഴിച്ചിരുന്നത് പഴയ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഡിപ്രഷന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ലാലേട്ടൻ്റെ സിനിമയായ ബിഗ് ബ്രദർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്നാണ് കുഞ്ഞിന് സീരിയസ് ആയിരുന്നത്. ഒരു ഡെലിവറി കഴിഞ്ഞൊരു 29 ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല, പ്രസവശം അധികം ഒന്നും ചെയ്തിട്ടില്ല.
ഉറക്കളപ്പും കാര്യങ്ങളൊക്കെ ആയപ്പം കുറച്ച് പ്രശ്നം കണ്ടു. വേറെ ഒന്നുമില്ല, അതിനൊരു ഹോമിയോ മരുന്നും കാര്യങ്ങളൊക്കെ കുറിച്ച് അത് ഓക്കെ ആയി. അത് ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാനസികമൊന്നുമില്ല. പക്ഷേ അത് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ, 95% സ്ത്രീകൾക്കും വരുന്നതാണ് ഡെലിവറിക്ക് ശേഷം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതെല്ലാം സംഭവിക്കുന്നു. പക്ഷെ നിങ്ങൾ അന്ന് ഈ പറയുന്ന മീഡിയയിലൂടെ പുറത്ത് പറഞ്ഞത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇംഗ്ലീഷ് എന്തോ ടാബ്ലറ്റ് കഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് ടാബ്ലറ്റ് ഒക്കെ ഒന്ന് നോക്കി കാണിച്ചിട്ട് പിന്നെ പറഞ്ഞു ഹോമിയോ മരുന്ന് കഴിക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ കാര്യങ്ങൾ, അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പലരെയും അധിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരും ഇങ്ങനെ പുറത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഓർക്കുക. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും